ലോകം മുഴുവൻ പശ്ചിമേഷ്യയിലെ യുദ്ധവും നോക്കി എണ്ണയുടെയും ഊർജത്തിന്റെയും കാര്യത്തിൽ ആശങ്കപ്പെടുമ്പോൾ ഇന്ത്യ സ്വന്തം കാര്യം നോക്കുകയാണ്. അതും ആരുടെയും അനുവാദം ചോദിക്കാതെ. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയതിന് പിന്നാലെ ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ മറ്റൊരു വമ്പൻ നീക്കത്തിനു കൂടി തയ്യാറെടുക്കുകയാണ് രാജ്യം. പെട്രോൾ ഡീസൽ വില തൽക്കാലം കൂട്ടില്ല എന്ന വലിയ ആശ്വാസ വാർത്തയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില ബാരലിന് $90 കടന്നിട്ടും ഇന്ത്യയെ അത് ബാധിക്കാത്തതിന് കാരണം കൃത്യമായ മുന്നൊരുക്കങ്ങളാണ്. ഇപ്പോൾ LNG അതായത് ദ്രവീകൃത പ്രകൃതിവാതകം കൂടി റഷ്യയിൽ നിന്ന് വാങ്ങാനാണ് ഇന്ത്യയുടെ പുതിയ ആലോചന. ഉപരോധങ്ങളുടെ പേരിൽ ചില രാജ്യങ്ങൾ നെറ്റിചുളിച്ചേക്കാം. പക്ഷേ സ്വന്തം ജനതയുടെ താല്പര്യത്തിന് മുന്നിൽ അതൊന്നും ഇന്ത്യക്കൊരു പ്രശ്നമേ അല്ല. US, ഇസ്രായേൽ, ഇറാൻ സംഘർഷങ്ങൾ കാരണം പശ്ചിമേഷ്യയിലൂടെയുള്ള കപ്പൽ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. ഇത് ആഗോള എണ്ണ വിതരണത്തെ സാരമായി ബാധിച്ചു. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിച്ചാൽ കൂടി അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ തകർച്ച കാരണം മാസങ്ങളോളം ആഗോള വിപണിയിൽ ഇന്ധന പ്രതിസന്ധി തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ആഗോള പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് ഇന്ത്യ കരുക്കൾ നീക്കുന്നത്. റഷ്യൻ വാതകത്തിന് പുറമെ സൗദി അറേബ്യയിലെ യാംബുവിൽ നിന്ന് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇതിനകം റിസർവ് ചെയ്ത് കഴിഞ്ഞു. അതിനാൽ രാജ്യത്തെ ഇന്ധന ശേഖരം പൂർണ്ണ സുരക്ഷിതമാണ്. അതേസമയം ആഗോള പ്രതിസന്ധിയുടെ ചെറിയൊരു പ്രതിഫലനം എന്ന നിലയിൽ ഗാർഹിക പാചക വാതക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദില്ലിയിൽ 913 രൂപയായ ഈ പുതിയ നിരക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കളെ ബാധിക്കില്ല. അവർക്കുള്ള 300 രൂപ സബ്സിഡി തുടർന്നും ലഭിക്കും. ചുരുക്കത്തിൽ പുറത്ത് എന്ത് സംഭവിച്ചാലും ഇന്ധനവില പിടിവിട്ടു പോകാതിരിക്കാനുള്ള എല്ലാ വഴികളും കേന്ദ്രം അടച്ചിട്ടുണ്ട്. ആരിൽ നിന്ന് ഇന്ധനം വാങ്ങണം, എന്ത് വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ന്യൂഡൽഹി തന്നെയാണ്, അല്ലാതെ വാഷിംഗ്ടൺ DC അല്ല. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.